എന്ന മാജിക് നമ്പറിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഇത് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയോടടക്കം കടക്ക് പുറത്ത് എന്ന് കേരളത്തിലെ ജനത ഒരേ ശബ്ദത്തിൽ പറയുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അബ്ദുൾ റഷീദിനെ പോലെ KSUവിലും യൂത്ത് കോൺഗ്രസിലൂടെയും കടന്നു വന്ന അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മന്ത്രിമാർ ഒന്നടങ്കം അവർ സമ്പൂർണമായ പരാജയം ഏറ്റുവാങ്ങുകയാണ്. എറണാകുളത്ത് പോലും കേരളത്തിൻ്റെ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി വലിയ പരാജയ ഭീതിയിൽ നിലനിൽക്കുകയാണ്. പരമ്പരാഗതമായി UDFിനുണ്ടായിരുന്ന എന്നാൽ ഇടക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ കൊച്ചി വൈപ്പിൻ കോതമംഗലം അടക്കമുള്ള സീറ്റുകൾ ഞങ്ങൾ തിരികെ പിടിക്കുക. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ അർപ്പിച്ചിട്ടുള്ള വലിയ വിശ്വാസമാണ്. ഇത് കേരളത്തിൻ്റെ പ്രതിപക്ഷത്തെ കൂടി വിലയിരുത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ കൂടി വിജയമാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. അല്ല, ഞങ്ങൾ എല്ലാ അസസ്മെൻറ്റിലും ഞങ്ങൾ പറഞ്ഞിരുന്നു 12 മുതൽ 14 വരെ. അത് ഞങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ സംശയമുണ്ടായിരുന്ന ചില സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി, പോളിങ്ങും അസസ്മെൻറ്റും കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചത് 14-ൽ 14 തന്നെയാണ്. ഇപ്പോൾ കൊച്ചിയാണെങ്കിലും വൈപ്പിലാണെങ്കിലും എണ്ണി വരുന്ന മേഖലകൾ ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അത് പൂർത്തീകരിക്കുന്നതോടുകൂടി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ മണ്ഡലങ്ങൾ 20 വർഷത്തിന് ശേഷം വൈപ്പിനും 10 വർഷത്തിന് ശേഷം കൊച്ചിയും 10 വർഷത്തിന് ശേഷം കോതമംഗലവുമെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഏറ്റവും അത്യാഹ്ലാദം നൽകുന്ന UDFിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ച് എന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയായിരുന്ന ഞങ്ങളുടെ ജില്ല തിരിച്ചു പരിപൂർണമായി പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനത അർപ്പിച്ചിട്ടുള്ള വലിയ വിശ്വാസമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗ്യാരണ്ടികളും ഐക്യജനാധിപത്യ മുന്നണിയുടെ വിഷൻ കഠിനമായ UDFിൻ്റെ പ്രവർത്തകരുടെ പ്രവർത്തനത്തിൻ്റെ വലിയ വിജയമാണ്. ഐക്യജനാധിപത്യ മുന്നണിയോട് മാത്രമല്ല, ഞങ്ങളുടെ പ്രവർത്തകരോട് മാത്രമല്ല, എല്ലാ ജനങ്ങളോടുമുള്ള ഹൃദയംഗമമായ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക. അല്ല, ചരിത്രപരമായി ഇടതുപക്ഷം ജയിച്ച എല്ലാ കോട്ടകളും ഇടറിയിരിക്കുകയാണ്. അവരുടെ ഒരു ഫേക്ക് നരേറ്റീവ് ആയിരുന്നു പോപ്പുലർ MLAമാർ വിജയിക്കും, അല്ലെങ്കിൽ യുവ MLAമാർ വിജയിക്കും, അല്ലെങ്കിൽ അവരുടെ സീറ്റുകൾ അവർ നിലനിർത്തും, വലിയ ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത് എന്ന CPMൻ്റെ ഫേക്ക് നരേറ്റീവ് കൂടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി തകരുകയാണ്. കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതാൻ തീരുമാനിച്ചിരുന്ന അവരുടെ രോക്ഷം പ്രകടിപ്പിക്കാനുള്ള അവരുടെ അവസരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അംഗീകാരം, ജനങ്ങൾ വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചു. പിണറായി വിജയൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ കേരളമെമ്പാടും സ്ഥാപിച്ചപ്പോൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മുഖം ഇനിയും 5 വർഷം കാണേണ്ടി വരുമല്ലോ എന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള UDFിനോട് അനുഭാവം പ്രകടിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഒരു ഘടകം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.